ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ, ബയോമെട്രിക് റെസിഡൻസ് കാർഡുകൾ തുടങ്ങിയ ഫിസിക്കൽ രേഖകൾക്ക് പകരം വിസകൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് UK സർക്കാർ നീങ്ങുകയാണ്. ഈ മാറ്റം ഇമിഗ്രേഷൻ പ്രക്രിയ എളുപ്പവും സുരക്ഷിതവും കൂടുതൽ കാര്യക്ഷമവുമാക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മിക്ക BRPകളും BRCകളും 2024 ഡിസംബർ 31 കാലഹരണപ്പെടും. എന്നാൽ പലരും ഇതിനകം തന്നെ പുതിയ വിസ സംവിധാനത്തിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇതുവരെ 3.1 ദശലക്ഷത്തിലധികം ആളുകൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഓൺലൈൻ പ്രക്രിയയിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ 2025 മാർച്ച് വരെ അന്താരാഷ്ട്ര യാത്രകൾക്കായി കാലഹരണപ്പെട്ട ഫിസിക്കൽ വിസ രേഖകൾ ഉപയോഗിക്കാൻ UK അനുവാദം നൽകിയിട്ടുണ്ട്. വർക്ക് പെർമിറ്റോ, ഡിപ്പെൻഡന്റ് വിസയോ, സ്റ്റുഡന്റ് വിസയോ, എന്തിനേറെ PRO ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വിസ നിർബന്ധമാണ്. നിങ്ങൾക്ക് 2021 മെയ് മാസത്തിൽ 2.5 വർഷത്തെ വർക്ക് പെർമിറ്റോ, ഡിപ്പെൻഡന്റ് വിസയോ കിട്ടിയെന്ന് കരുതുക. 2025 നവംബർ വരെയാണ് വിസ കാലാവധി. അപ്പോൾ മാത്രമാണ് പുതിയ ഫീസ് അടച്ച് നിങ്ങൾ വിസ പുതുക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന BRP കാർഡ് ഈ ഡിസംബർ 30 കാലാവധി പൂർത്തിയാക്കും. ബാക്കിയുള്ള 1 വർഷ കാലാവധിക്കായി നിങ്ങൾ അതിനു മുൻപ് വിസയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. വിസയിലേക്ക് മാറാൻ പ്രത്യേക ഫീസ് ഒന്നുമില്ല. എയർപോർട്ടിൽ മാത്രമല്ല, ജോലി ചെയ്യുന്നിടത്തും നിങ്ങൾ ഇനി മുതൽ ഷെയർ കോഡ് കൊടുക്കേണ്ടത് വിസ ആപ്പിൽ നിന്നായിരിക്കും. നിങ്ങളുടെ പക്കൽ ബയോമെട്രിക് റെസിഡന്റ് പെർമിറ്റ്, ബയോമെട്രിക് റെസിഡന്റ് കാർഡ്, പാസ്പോർട്ടിൽ സ്റ്റാമ്പ്, പാസ്പോർട്ടിൽ വിഗ്നറ്റ് സ്റ്റിക്കറുകൾ എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ ആവശ്യമാണ്. 2025 മുതൽ മുകളിൽ പരാമർശിച്ച രേഖകളുടെ സാധുത ഇല്ലാതെയാവുകയും അതിന് പകരമായി വിസ നിലവിൽ വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വിസ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രീ സെറ്റിൽഡ് അല്ലെങ്കിൽ സെറ്റിൽഡ് സ്റ്റാറ്റസ് ഉള്ള യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ ഇപ്പോൾ തന്നെ അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുവാൻ വിസയാണ് ഉപയോഗിക്കുന്നത്. വിസയ്ക്കായി അപേക്ഷിക്കണമെങ്കിലോ നിങ്ങളുടെ വിസ ആക്സസ് ചെയ്യണമെങ്കിലോ നിങ്ങൾ ആദ്യം സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു UK VI അക്കൗണ്ട് തുറക്കേണ്ടതുണ്ട്. UK VI അക്കൗണ്ട് സൃഷ്ടിക്കുന്നതിനായി നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത വർഷം ആരംഭം മുതൽ ബ്രിട്ടനിൽ നിയമപരമായി തുടരുവാൻ വിസ അത്യാവശ്യമാണെന്ന് അറിയുക. ഇനിയും അതിനായി അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനായി അപേക്ഷിച്ച് സങ്കീർണതകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്.